ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ, പക്ഷേ നമുക്കത് മാക്സിമം അതിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാലും വീണ്ടും റിപ്പീറ്റ് സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം. ബാക്ക് ടയറൊക്കെ മർഫിലെ ടയറുള്ളതാണ്, ഗ്രിപ്പ് കൂടുതലുള്ള മോഡൽ ഇട്ടേക്കണേ. പിന്നെ അതേപോലെ തന്നെ ഹബിനകത്തായാലും ചെറിയൊരു തേയ്മാനമൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ചെയിനൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. പുതിയ ചെയിനാണ്, ടൈറ്റ് ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ ആയാലും പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ. പിന്നെ എൻജിൻ ഓയിലിൻ്റെ നോക്കുമ്പോൾ അളവ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ സർവീസിൽ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ ഈ തവണ ശരിക്കും നല്ല രീതിയിൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏകദേശം നമുക്കൊരു 1000 കിലോമീറ്റർ ഓടി കഴിഞ്ഞാകുമ്പോഴത്തേക്കും ഇനി നമ്മളൊന്ന് കയറ്റിയിട്ട് ഓയിൽ ചെക്ക് ചെയ്യണം, എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ള കേസ്. അത് ശരിക്കും ഇങ്ങനെ ഓയിൽ കുറഞ്ഞ് ഓടാൻ പാടില്ല. അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് അയച്ചിട്ട് ഈ സിലിണ്ടർ ഹെഡിൻ്റെ അകത്ത് കംപ്ലയിൻറ്റ് വരാം. അത് മാറ്റിയിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യണം. അതല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഓയിൽ തീർന്നോടും മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകും എഞ്ചിൻ്റെ കേസ്. അപ്പോൾ അത് വളരെ ഗൗരവത്തിലൊന്ന് കാണാം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഒന്ന് കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യുക. കയറി കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് അടുത്ത് ദിവസമുള്ളൂ ചെക്ക് ചെയ്ത് തരാം. ഒരുപാട് കുറയുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഓയിൽ ടോപ്പപ്പ് ചെയ്തിട്ട് അടുത്ത സർവീസിന് കയറ്റുമ്പോൾ കൂട്ടത്തേക്ക് നമുക്കത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ലെവൽ കുറഞ്ഞാൽ ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവരണം കേട്ടോ. ഇതിവിടെ ജസ്റ്റ് പോകുമ്പോൾ കയറിയാൽ മതി. ഒരു 5 മിനിറ്റ് അടുത്ത് കേസുള്ളൂ, നോക്കാവുന്ന കേസുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ, MRFൻ്റെ ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ട് ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാലിപ്പർ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഓയിൽ കണ്ടൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഓയിൽ മൈനൂട്ടായിട്ട് കത്തേണ്ടതെന്ന് വേണം നമുക്ക് ഇതിനകത്ത് അനുമാനിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതികളെ ചെക്ക് ചെയ്യാൻ ദിവസം മറക്കരുത്. നമുക്കൊരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്തണം. കാരണം വണ്ടി അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചു, ഓടിയിട്ടുണ്ട്, പഴക്കം വന്നിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് പാർട്ടാണോ ഡാമേജ് വന്നാൽ അത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും. ഇതെന്തായാലും നല്ലോണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് കേട്ടോ. പിന്നെ അതുപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ്, ആംറോണിൻ്റെ ബാറ്ററിയാണ്. അതുകൂടിയും കൂട്ടത്തേക്ക് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.80 ആ റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിക്ക് നിലവിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന അത്ര ഷുഗറായിട്ട് ലക്ഷണമല്ല, കംപ്ലയിൻറ്റ് പോലെ കാണിക്കണേ. പക്ഷേ നമുക്ക് സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാറ്ററി ചെയ്താൽ മതി, മാറ്റിയാൽ മതി. കാരണം ഞാൻ പരമാവധി ഉപയോഗിക്കാം, പരമാവധി യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കാണിക്കാന്ന് പറഞ്ഞാൽ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും കാണിക്കുള്ളൂ ഫസ്റ്റ്. ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാക്സിമം ഉപയോഗിക്കുക, കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് നമുക്ക് മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ ഹോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക്, അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് മതി. നമുക്ക് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ വേണം. അപ്പോൾ ആംബിയർ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും ഫസ്റ്റ് കാണിക്കുക. അപ്പോൾ പരമാവധി മാക്സിമം യൂസ് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ നിലവിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാക്കിയത്തെ വർക്കുകളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അതായത് ഇൻഡിക്കേറ്റർ, ഹോണ്, ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകളെല്ലാം ചെക്ക് ചെയ്യാനുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാം, ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ് അതൊക്കെ മാറ്റിയിടാം, വാട്ടർ സർവീസ്, ബാക്കിൽ ബ്രേക്ക് ലൈൻഡർ മാറ്റാം. അങ്ങനെ 1-2 കേസുകളുള്ളൂ മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ.